ചില കടുത്ത വൈരാഗ്യവും വിദ്വേഷവും പറഞ്ഞ ചിലരെ കാണാതായി പോകുന്നു, കാണുവാനില്ല, ഇപ്പോൾ അവരുണ്ടോ എന്നൊക്കെ ചിലർ അന്വേഷിക്കാറുണ്ട്. സത്യത്തിൽ ഈ വിദ്വേഷത്തിനും വെറുപ്പിനുമൊന്നും ആയുസില്ല. അത് ആവർത്തിച്ച് 2-3 തവണ പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് നഷ്ടപ്പെടും. അതേസമയം സ്നേഹം, നന്മ, അതൊക്കെ മനുഷ്യനെപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന, ആവർത്തിച്ച് ചെയ്യുന്ന, ചെയ്താലും മടുക്കാത്ത ഒരു മനോഹരമായ മനുഷ്യവികാരമാണ്. നമ്മൾ എത്ര പേരോട് പുഞ്ചിരിച്ചെന്ന്, നമ്മൾ എത്ര പേരെ സ്നേഹാലിംഗനം ചെയ്തു എന്ന്, നമ്മൾ എത്ര പേരോട് നല്ല രീതിയിൽ പെരുമാറിയെന്നൊന്നും നമ്മൾ എത്ര പേര് ഓർത്തിരിക്കുന്നു? അങ്ങനെ ഓർത്തിരിക്കാറില്ല, അത് മടുക്കാറുമില്ല. പക്ഷേ വിദ്വേഷവും വെറുപ്പും ഒക്കെ അങ്ങനെയല്ല. അത് പെട്ടെന്ന് മടുക്കും, അത് പെട്ടെന്ന് കൊണ്ടു നടക്കുന്നവർക്ക് തന്നെ ഭാരമായി മാറും എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ പുതിയ തീമുകൾ ഉണ്ടാക്കി അതൊക്കെ കേരള സ്റ്റോറിയാണെന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ അണ്ണാക്കിലേക്ക് തിരികെ തരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മനോഹരമായ ഒരുപാട് കേരള സ്റ്റോറികൾ കേരളത്തിലുണ്ട്. അങ്ങനെ കള്ളങ്ങളായ വ്യത്യസ്തമായ കേരള സ്റ്റോറികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ വളരെ നിസ്സാരമായ ചില ചേർന്ന് നിൽക്കലുകൾ മുതൽ ചരിത്രത്തിൻ്റെ ഭാഗമായി അടയാളപ്പെടുത്താവുന്ന ഉൾക്കൊള്ളലുകൾ വരെയുള്ള ചരിത്രം കേരളത്തിനുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ദാറുസ്സലാം ബദരിയ മസ്ജിദ്, ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, ഇത് രണ്ടും ഒരു ബോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഴിയൂർ കുഞ്ഞിപ്പള്ളിക്കടുത്തുള്ള ചിറയിൽ പീടിക കല്ലാമല റോഡിലാണ് ഇതുള്ളത്. ഇതുപോലെയുള്ള ബോർഡുകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. 2 ദേവാലയങ്ങളാണ് ഒരുമിച്ച് നിൽക്കുന്നത്, അതിൻ്റെ അടയാളങ്ങളാണ്. 2 വിശ്വാസികൾക്കുള്ള വഴികാട്ടിയായിട്ടാണ് ചൂണ്ടുപലക എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ഇവിടെ മുതൽ ചരിത്രത്തിൻ്റെ ഭാഗമായി അടയാളപ്പെടുത്തലുകൾ സൂക്ഷിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ഏൽപ്പിക്കലുകൾ, അമാനത്തെന്നൊക്കെ പറയും, ചില വസിയത്തെന്നൊക്കെ പറയും, അത് സംരക്ഷിക്കുന്നതിൻ്റെ പോലും ചരിത്രപരമായ ചില സംഗതികൾ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ കാണുകയുണ്ടായി. കൊച്ചിയിലെ താഹ ഇബ്രാഹിം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു കഥ ഒരു വ്ളോഗറാണ് ചെയ്തത്. കേരളത്തിൽ അത്തരം കഥകൾക്കൊന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ഇടമില്ല. ഇവിടെ ഉള്ളത് കൃഷ്ണരാജിനും ആർ വി ബാബുവിനും പിന്നെ പി സി ജോർജിനും പിന്നെ വെള്ളാപ്പള്ളി അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴും അതിനൊക്കെയാണ് ഇവിടെ മാർക്കറ്റുള്ളത്. അതിനപ്പുറത്ത് ഇത്തരം ചില സവിശേഷമായ ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ കണ്ടുപോകും. This Muslim man is the last person keeping Judaism alive in this town in India. This Jew town, welcome to the Sarakon home. This is Taha Ibrahim, and he is a devout Muslim, but he has dedicated his life to protecting Jewish history in Kochi, India. This story is one of the most incredible stories I have ever found. Watch until the end. When Taha was a child, he was working as a street vendor near a small embroidery shop, Sarah's Embroidery Shop. It belonged to Sarah Cohen, a Baghdadi Jew, and her husband, Jacob. One day they started speaking to Taha and asking him, "Why aren't you in school?" And so he grew up with them, working with them, and Sarah teaching him everything she knew. When Sarah's husband was dying, he said to Taha, Please make sure Sarah doing well. And so Taha promised him, I promise 100% on my life and look after Sarah auntie. And that's exactly what happened. Sarah became like a mom to Taha and his family. They celebrated festive together, lit Shabbat candles, went to each other's family weddings, all the while creating this beautiful art with her. But Sarah got older and she knew she was going to die. She said to Taha, I want to give you my store, my life's work, and I just ask that you keep it alive so the Jewish history doesn't die here. And Taha gave her his word. I am Muslim, she is a Jew. I promise I am Sarah auntie. My last piece also I look after and I keep all the Jewish social home. All of these years later, there are very few Jews left in Kochi. But Jewtown is alive and thriving because of this one man, his wife, and his son. It's our honor to keep like this tradition and everything. My father from the childhood is coming here. She's a very kind and beautiful lady. This family are proud Muslims. While I visited the shop, Taha took a break to go to prayer at the mosque. When he returned, we lit Shabbat candles in Sarah's honor. This work no day. She shared me. Now I'm sharing. It's also our honor to caring like this. This is not a story about religion or politics. This is a story about one promise and love. Taha will continue honoring Sarah's legacy until his last breath. I hope after my death, my children look after. I hope so. Inshallah.
I will take care of Sarah legacy and my father's legacy. മതവിദ്വേഷികൾക്കും രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾക്കും മനസ്സിലാവാത്തൊരു കഥയാണ് ഈ താഹ ഇബ്രാഹിമിൻ്റെ കഥയിലൂടെ ആ വ്ളോഗർ പറഞ്ഞു വെച്ചത്. അവർ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ദ സ്റ്റോറി ഓഫ് എ റിലീജിയൻ, ഇറ്റ് ഈസ് നോട്ട് ദ സ്റ്റോറി ഓഫ് എ പൊളിറ്റിക്സ്, ബട്ട് ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എ പ്രോമിസ് ആൻഡ് ലവ്. അതായത് തൻ്റെ അനാഥത്വത്തിൽ തനിക്ക് താങ്ങായ ഒരു കുടുംബം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടതെല്ലാം അവശേഷിപ്പിച്ചു പോയപ്പോൾ ഒരു മകനെപ്പോലെ ഇതെല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു, ഈ ചരിത്രം മായാതെ ഇവിടെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവസാന ശ്വാസം വരെ അത് സൂക്ഷിക്കും എന്ന് പറഞ്ഞ് ഒരു ജൂയിഷ് സെനഗോഗ് അതിൻ്റെ എല്ലാ ഭംഗിയോടെയും കൂടെ ആരുമില്ലെങ്കിലും നടത്തിക്കൊണ്ടു പോകുന്ന താഹ ഇബ്രാഹിം നല്ല മുസ്ലിമാണ്, പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ആളാണ്, നോമ്പെടുക്കുന്ന ആളാണ്. പക്ഷേ താൻ ചെയ്ത വാഗ്ദാനം പൂർത്തീകരിക്കാൻ ബാധ്യതയുണ്ട് എന്ന നിലയിൽ അദ്ദേഹം അതിനെ ഒരു ചരിത്രത്തിൻ്റെ അടയാളമായി നിലനിർത്തിക്കൊണ്ടു പോകുന്നു. അത് അവസാനം വരെ സൂക്ഷിക്കുമെന്നുമാണ് പറയുന്നത്. ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലൈവായി മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന ദേവാലയങ്ങൾ പോലും പിടിച്ചെടുക്കുകയും ഇടിച്ചു നിരത്തുകയും ചെയ്യുമ്പോൾ ഇനി ആ വാക്ക് തെറ്റിച്ചാൽ ആരും ചോദിക്കാനില്ല എന്നറിയാമായിരുന്നിട്ട് പോലും ആ വാക്കിന് അതിൻ്റെ വിലയുണ്ടെന്നും ആ വാക്ക് പാലിക്കൽ തൻ്റെ വിശ്വാസത്തിൻ്റെ കടമയാണെന്നുമുള്ള ബോധ്യത്തിൽ ആ ദൗത്യം നിർവഹിക്കുന്ന അയാളാണ് യഥാർത്ഥ ഈശ്വരനെ ഭയപ്പെടുന്ന ആൾ. വാക്ക് പാലിക്കലും സ്നേഹം നിലനിർത്തലുമൊക്കെ ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകുന്ന അല്ലെങ്കിൽ നൽകിയിട്ടുള്ള മനുഷ്യൻ്റെ അപൂർവ വരദാനം കൂടിയാണ്. അതൊന്നുമില്ലാത്തവൻ ഏത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞാലും അവനെ മറ്റേതെങ്കിലും ഗണത്തിൽപ്പെടുന്ന ജന്തുവായി മാത്രമേ പരിഗണിക്കാനാവൂ. ഇത്തരം മനോഹരമായ കഥകളുടെ ഇടമാണ്, ചരിത്രങ്ങളുടെ ഇടമാണ്, ജൈവിക നിമിഷങ്ങളുടെ ഇടമാണ് കേരളം. കേരള സ്റ്റോറി.